ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈനിക അഭ്യാസങ്ങൾ. കുറേ നാളുകളായിട്ട് PSC ഈ ഒരു മേഖലയിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കറിയാം, സൈനിക അഭ്യാസം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും കരസേന, വ്യോമസേന, അതുപോലെ തന്നെ നാവികസേന, ഇന്ത്യയുടെ ഈ 3 സേനകൾ നടത്തുന്ന വിവിധ തരം പ്രകടനങ്ങളുണ്ട്. അതുപോലെ തന്നെ ജോയിൻറ്റ് എക്സസൈസുകളുണ്ട്, ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസുകളുണ്ട്, വേറെ രാജ്യവുമായിട്ട് ചേർന്നിട്ട് നടത്തുന്ന ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസുകളുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിച്ച് കാണുന്നത്. ഏകദേശം നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് 2019-20 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം 30ഓളം സൈനിക അഭ്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചിലതൊക്കെ ഗ്രൂപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒന്നിലധികം സൈനിക അഭ്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്തായിരിക്കും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നടക്കുന്ന ചില സൈനിക അഭ്യാസങ്ങളുമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്. അതും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയിട്ടുള്ള കുറച്ച് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസുകളുണ്ട്. ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 2019 വാഷിങ്ടണിൽ വെച്ച് നടന്ന ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം. അതിൻ്റെ പേരാണ് യുദ്ധ് അഭ്യാസ് 2019. അപ്പോൾ യുദ്ധാഭ്യാസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്നായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും കൂടെ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധാഭ്യാസമാണ്, 2019. ഓക്കെ, എവിടെ വെച്ചാണ് നടത്തിയത്? വാഷിങ്ടണിൽ വെച്ചാണ് നടത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും സംയുക്ത മിലിറ്ററി അഭ്യാസമുണ്ട്. അതിൻ്റെ പേരാണ് വജ്ര പ്രഹാർ 2019. വജ്ര പ്രഹാർ 2019 അത് നടത്തിയത് അമേരിക്കയിലാണ്, സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. രണ്ടും അമേരിക്കയിൽ വെച്ചാണ് നടത്തിയത്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടത്തുന്നവരുണ്ടോ അത് നമുക്ക് നോക്കാം. അമേരിക്കയിൽ വെച്ച് നടത്തിയ 2 ഒന്ന് വാഷിങ്ടണിൽ വെച്ച് നടത്തിയ യുദ്ധാഭ്യാസം, അതുപോലെ തന്നെ അമേരിക്കയിലെ സിയാറ്റിൽ വെച്ച് നടത്തിയിട്ടുള്ള വജ്ര പ്രഹാരം. ഓക്കെ, ഇനിയിപ്പോൾ അമേരിക്ക ബംഗ്ലാദേശുമായിട്ട് ചേർന്നിട്ട് ഒരു നാവിക അഭ്യാസം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കാരാട്ട് 2019. കാരാട്ട് 2019 അമേരിക്ക ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് നടത്തിയ നാവിക അഭ്യാസമാണ് കാരാട്ട് 2019. കോഓപ്പറേഷൻ എഫ്ലോട്ട് റെഡിനസ് ആൻഡ് ട്രെയിനിങ് 2019. അതിൻ്റെ വേദി ബംഗ്ലാദേശായിരുന്നു. ചറ്റോറാം എന്ന് പറഞ്ഞ സ്ഥലം, ചറ്റോറാം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അത് നടത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്ക ഇന്ത്യയിൽ വന്നിട്ട് ഒരു സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട്. അതായത് ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ്. ആദ്യത്തെ ഇന്ത്യ US ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ്. അതിൻ്റെ പേരാണ് ടൈഗർ ട്രയംഫ്. ടൈഗർ ട്രയംഫ് നടത്തിയത് വിശാഖപട്ടണം കാക്കിനട വിശാഖപട്ടണത്താണ് ഇത് നടത്തിയത്. ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ് ആണ്. അതായത് നമ്മുടെ നാവികസേന, കരസേന, അതുപോലെ തന്നെ വ്യോമസേന, ഇന്ത്യയുടെയും അമേരിക്കയുടെയും ജോയിൻ്റായിട്ട് നടത്തിയ എക്സസൈസാണ് ഈ പറഞ്ഞ ടൈഗർ ട്രയംഫ്. ആദ്യത്തേതാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് നടത്തിയത്? വിശാഖപട്ടണം, കാക്കിനട. ഇനിയിപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു സംയുക്ത വ്യോമ അഭ്യാസം നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് ഷിന്യു മൈത്രി. നടത്തിയത് ബംഗാളിൽ വെച്ചിട്ടാണ്. ഷിന്യു മൈത്രി, വെസ്റ്റ് ബംഗാൾ, അവിടെയാണ് നടത്തിയത്. ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമ അഭ്യാസം ഷിന്യു മൈത്രി. അതുപോലെ തന്നെ 2019 ഒക്ടോബറിൽ, അതായത് മിസോറാമിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ധർമ്മഗാഡിയൻ. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ധർമ്മഗാഡിയൻ. മുമ്പേ പറഞ്ഞത് എന്തായിരുന്നു? സംയുക്ത വ്യോമ അഭ്യാസമായിരുന്നു, അതായിരുന്നു ഷിന്യു മൈത്രി. ഇതെന്താണ്? സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മഗാഡിയൻ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ആദ്യത്തെ ഇന്ത്യ ഖത്തർ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ്. അതിൻ്റെ പേരാണ് സെയ്ർ അൽ ബാർ അഥവാ റോർ ഓഫ് ദ സീ. അതിൻ്റെ വേദി ദോഹയായിരുന്നു. ദോഹ അഥവാ ഖത്തറിലാണ് ഇത് നടത്തിയത്. ഇന്ത്യ ഖത്തർ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസിൻ്റെ പേരാണ് സെയ്ർ അൽ ബാർ. റോർ ഓഫ് ദ സീ എവിടെയാണ് നടത്തിയത്? ദോഹ അഥവാ ഖത്തർ. അതുപോലെ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയോജിത നാവിക അഭ്യാസം, നേവി എക്സസൈസ്. അതിൻ്റെ പേരാണ് സമുദ്ര ലക്ഷ്മണ 2019. ഇന്ത്യയും മലേഷ്യയും തമ്മിലുണ്ടായിരുന്ന സംയുക്ത നാവിക അഭ്യാസമാണ് സമുദ്ര ലക്ഷ്മണ. അതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നാവിക അഭ്യാസമായ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേരെന്ത്?
സ്ലിനെക്സ് 2019 നടത്തിയത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം. നേവൽ എക്സസൈസ് ആണ്, ഓർത്തോളുക, നാവികാഭ്യാസമാണ്. സ്ലിനെക്സ് 2019 നടത്തിയത് വിശാഖപട്ടണം. അതുപോലെ ഇന്ത്യ മംഗോളിയ സംയുക്ത മിലിറ്ററി അഭ്യാസം നൊമാഡിക് എലിഫൻറ്റ് 2019 അതിൻ്റെ വേദി ഹിമാചൽ പ്രദേശായിരുന്നു. നൊമാഡിക് എലിഫൻറ്റ് നടത്തിയത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇന്ത്യയും മംഗോളിയയും തമ്മിലായിരുന്നു നൊമാഡിക് എലിഫൻറ്റ്. അതുപോലെ ഇന്ത്യ കസാക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസം. ഇന്ത്യ കസാക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസത്തിൻ്റെ പേരാണ് കാസിന്ദ് 2019. പിത്തൂർഗഡ്, ഉത്തരാഖണ്ഡിലെ പിത്തൂർഗഡിൽ വെച്ചിട്ടാണ് അത് നടത്തിയത്. കാസിന്ദ് 2019. പിത്തൂർഗഡ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യ കസാക്കിസ്ഥാൻ മിലിറ്ററി അഭ്യാസമാണ് കാസിന്ദ് 2019. അതുപോലെ ഇന്ത്യ മാലദ്വീപ് സംയുക്ത മിലിറ്ററി അഭ്യാസം, അതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കുർവീൻ 2019 നടത്തിയത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ചിട്ടാണ്. ഇന്ത്യ മാലദ്വീപ് സംയുക്ത മിലിറ്ററി എക്സസൈസ് ആണ് എക്കുർവീൻ 2019 നടത്തിയത് പൂനെയിൽ വെച്ച്. അതുപോലെ തന്നെ ഇന്ത്യ മ്യാൻമാർ സംയുക്ത നാവിക അഭ്യാസം ഇംനെക്സ് 2019 അതിൻ്റെ വേദിയും വിശാഖപട്ടണമായിരുന്നു. ഇംനെക്സ് 2019 ഇന്ത്യ മ്യാൻമാർ സംയുക്ത നാവിക അഭ്യാസം നേവൽ എക്സസൈസ്, അതാണ് ഇംനെക്സ്, നടത്തിയത് വിശാഖപട്ടണം. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി 2019 ഒക്ടോബറിൽ നടത്തിയ സുദർശൻ ചക്രവാഹിനി എന്ന സൈനിക അഭ്യാസം നടത്തിയത് ജയ്സാൽമീർ, രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് സുദർശൻ ചക്രവാഹിനി എന്ന എക്സസൈസ് നടത്തിയത്. വളരെ വലിയൊരു എക്സസൈസ് ആയിരുന്നു. ഇന്ത്യൻ മിലിറ്ററി തന്നെ നടത്തിയതാണ്. കണ്ടില്ലേ, ഒരുപാട് പീരങ്കികളൊക്കെ നിരത്തി വലിയൊരു അഭ്യാസമായിരുന്നു. അതിൻ്റെ പേരാണ് സുദർശൻ ചക്രവാഹിനി. അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സൈനിക അഭ്യാസം ഡസ്ലിക് 2019 നടത്തിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉസ്ബെക്കിസ്ഥാനിലാണ് നടത്തിയത്. അതിൻ്റെ പേരാണ് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ പേരെന്താണ്? ഡസ്ലിക് 2019. ചിർച്ചിക് ട്രെയിനിങ് ഏരിയ ഉസ്ബെക്കിസ്ഥാനിലെ ഈ ഒരു സ്ഥലത്താണ് നടത്തിയത്. ചിർച്ചിക് ട്രെയിനിങ് ഏരിയ പേരാണ് ഇമ്പോർട്ടൻ്റ്. ഡസ്ലിക് 2019. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഡസ്ലിക് 2019. അതുപോലെ നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി നടത്തിയ ഡിഫൻസ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് 2019 അതിൻ്റെ പേരാണ് ഡാനെക്സ് 2019. ഇന്ത്യയും ആൻഡമാനും തമ്മിൽ നടത്തിയ നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി നടത്തിയ അഭ്യാസത്തിൻ്റെ പേരാണ് ഡാനെക്സ് 2019. വേദി എവിടെ ആയിരിക്കും? ആൻഡമാൻ ആൻഡ് നിക്കോബറിൽ വെച്ചിട്ടാണ് നടത്തിയത്. അതുപോലെ ഇന്ത്യ ഫ്രഞ്ച് സംയുക്ത മിലിറ്ററി അഭ്യാസത്തിൻ്റെ പേരാണ് ശക്തി 2019 നടത്തിയത് രാജസ്ഥാനിൽ വെച്ചിട്ടാണ്. ശക്തി 2019 നടത്തിയത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനിക അഭ്യാസമാണ്. അതിൻ്റെ പേരാണ് ഹാൻഡ് ഇൻ ഹാൻഡ് മിലിറ്ററി എക്സസൈസ്. കാരണം ഇത് നടത്തിയത് ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ഡിസംബർ 2019 ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് എന്ത്? ഹാൻഡ് ഇൻ ഹാൻഡ് മിലിറ്ററി എക്സസൈസ്. ഇന്ത്യയും ചൈനയും തമ്മിലായതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഉംറോയ്, മേഘാലയയിൽ വെച്ചിട്ടാണ് ഇത് നടത്തിയത്. ഹാൻഡ് ഇൻ ഹാൻഡ് മിലിറ്ററി എക്സസൈസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ് സിറ്റ്മെക്സ് 2019. ഇതൊരു മാരിടൈം എക്സസൈസ് ആണ്, അഥവാ ഒരു നേവൽ എക്സസൈസ് ആണ്. നടത്തിയത് സിംഗപ്പൂർ, തായ്ലൻഡ്, ഇന്ത്യ ഇവർ തമ്മിലുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ് സിറ്റ്മെക്സ് 2019. അതുപോലെ തന്നെ മലബാർ 2019 അതും ഒരു മാരിടൈം എക്സസൈസ് ആണ് ബിറ്റ്വീൻ ഇന്ത്യ, ജപ്പാൻ ആൻഡ് US. ഇന്ത്യയും ജപ്പാനും അമേരിക്കയും കൂടെ നടത്തിയ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ്, ജോയിൻറ്റ് മാരിടൈം എക്സസൈസ് ആണ് എന്ത്? മലബാർ 2019. സിറ്റ്മെക്സ് 2019 മലബാർ 2019. ഓക്കെ, അതുപോലെ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ജോയിൻറ്റ് ട്രൈ സർവീസ് എക്സസൈസ് ഉണ്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രൈ സർവീസ്, അതായത് നേവൽ, എയർഫോഴ്സ്, മിലിറ്ററി, ഇത് മൂന്നും ചേരുന്ന ഒരു എക്സസൈസ് ആയിരുന്നു ഇന്ദ്ര ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. നടത്തിയത് ഡിസംബർ 2019 ഇന്ത്യയിലാണ് നടത്തിയത്. സൈമിൾട്ടേനിയസ്ലി നമ്മൾ നടത്തിയത് ഝാൻസി, പൂന ആൻഡ് ഗോവ. ഝാൻസിയിലും പൂനെയിലും ഗോവയിലുമായിട്ടാണ് ഇത് നടത്തിയത്.
ട്രൈ സർവീസ് മിലിറ്ററി എക്സസൈസ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അതിൻ്റെ പേരാണ് ഇന്ദ്ര. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സൈനിക അഭ്യാസമല്ല, എയർഫോഴ്സിൻ്റെ അഭ്യാസമാണ് ഗരുഡ 6 എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫ്രഞ്ച് എയർഫോഴ്സുകൾ തമ്മിലാണ്. എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രഞ്ച് എയർഫോഴ്സിൻ്റെ പേരാണ് ഗരുഡ. ഇതിപ്പം 6ാമത്തെ എഡീഷനാണ് ഈ കൊല്ലം നടത്തിയത്. ഗരുഡ 6 നടത്തിയത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടത്തിയത്. മോണ്ടി മാർസൻ എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടത്തിയത്. ഗരുഡ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രഞ്ച് എയർഫോഴ്സ്. അതുപോലെ തന്നെ മിത്രശക്തി എന്ന് പറഞ്ഞിട്ട് മിത്രശക്തി 7 ആണ് 2019 നടത്തിയത്. ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് മിത്രശക്തി നടത്തിയത്. പൂനെയിലാണ്. ഡിസംബർ 2019 നടത്തിയത് മിത്രശക്തി. അതുപോലെ ഈസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു എയർഫോഴ്സിൻ്റെ അഭ്യാസം, അതായത് ഇന്ത്യൻ എയർഫോഴ്സും റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാനും കൂടെ നടത്തിയ ജോയിൻ്റ് എക്സസൈസാണ് ഈസ്റ്റേൺ ബ്രിഡ്ജ് നടത്തിയത് ഒമാനിൽ വെച്ചിട്ടാണ്. ഒമാൻ്റെ ഈസ്റ്റാണ് ഇന്ത്യ നിൽക്കുന്നത്. അതാണ് ഈസ്റ്റേൺ ബ്രിഡ്ജ്. അതുപോലെ സൂര്യകിരൺ 14 അത് നടത്തുന്നത് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. 14ാമത്തെ എഡീഷനാണ്. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ഇത് കാണാൻ വേണ്ടി സാധിക്കും. സൂര്യകിരണിനെ പറ്റി ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേരെന്താണ്? സൂര്യകിരൺ. അതിൻ്റെ 14ാമത്തെ എഡീഷനാണ് 2019 ഡിസംബറിൽ നടത്തിയത്. അതുപോലെ സംപ്രീതി 9 എന്നുള്ളത് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസാണ് സംപ്രീതി 9. അതിൻ്റെ 9ാമത്തെ എഡീഷനാണ് ഇപ്പോൾ നടത്തിയത്. 2020 ഫെബ്രുവരി 2020 നടത്തി. എവിടെയാണ് നടത്തിയത്? ഉംറോയ് മേഘാലയയിൽ വെച്ചിട്ടാണ് അത് നടത്തിയത്. ഇന്ത്യ ബംഗ്ലാദേശ്. അതുപോലെ ഓപ്പറേഷൻ ഹിം വിജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചൈന കയറി ഇങ്ങോട്ട് ആക്രമിച്ചിരുന്നു. 2019 ഒക്ടോബർ മാസത്തിൽ ചൈന കയറി നമ്മുടെ ആ ഒരു പ്രദേശം കുറച്ചങ്ങ് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യ ചൈനീസ് പട്ടാളത്തേക്കൊന്ന് വിരട്ടുവാൻ വേണ്ടി നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹിം വിജയ. ചൈനയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി നടത്തിയാണ്. കണ്ടക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ആർമി ടു ടെസ്റ്റ് ഒഫൻസീവ് കേപ്പബിലിറ്റീസ് അഗെയിൻസ്റ്റ് ചൈന ഇൻ അരുണാചൽ പ്രദേശ്. ചൈനയ്ക്കെതിരെ നമുക്ക് പ്രതിരോധശേഷിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ ചെറുത്ത് നിൽക്കുവാൻ സാധിക്കും എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഇന്ത്യൻ മിലിറ്ററിയുടെ എക്സസൈസാണ് ഓപ്പറേഷൻ ഹിം വിജയ. 2019 ഒക്ടോബർ. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മൈത്രി 2019 ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്ലാൻഡ് നടത്തിയത് ഉംറോയ് മേഘാലയയിൽ വെച്ചിട്ടാണ് നടത്തിയത്. മൈത്രി ഇന്ത്യയും തായ്ലാൻഡും തമ്മിലുള്ള ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ് നടത്തിയത് മേഘാലയയിലാണ് 2019. അതുപോലെ കൗണ്ടർ ടെററിസം ടേബിൾ ടോപ്പ് എക്സസൈസ് CTTTX എന്ന് പറഞ്ഞൊരു ആദ്യമായിട്ട് നടത്തുകയാണ് ഇങ്ങനൊരു എക്സസൈസ്. അതായത് ഫസ്റ്റ് കൗണ്ടർ ടെററിസം എക്സസൈസ് ഫോർ ക്വാഡ് കൺട്രീസ്. 4 കൺട്രീസ് ചേർന്നിട്ട് നടത്തിയ ടെററിസത്തിന് എതിരെയുള്ള ഒരു എക്സസൈസാണ് എന്ത്? കൗണ്ടർ ടെററിസം ടേബിൾ ടോപ്പ് എക്സസൈസ്. ഏതൊക്കെയാണ് ആ 4 രാജ്യങ്ങളെ? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഇന്ത്യ, അമേരിക്ക, ജപ്പാനും ഓസ്ട്രേലിയയും കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ കൗണ്ടർ ടെററിസം ടേബിൾ ടോപ്പ് എക്സസൈസ് നടത്തിയത്. നവംബർ 2019 നടത്തിയത്. അതുപോലെ മിലാൻ 2020 ഇതൊരു മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസാണ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യൻ നേവി നടത്തുന്ന ഒരു മൾട്ടി ലാറ്ററൽ നേവൽ എക്സസൈസ്. ഒരുപാട് രാജ്യങ്ങൾ 40-40ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കുറേ വർഷങ്ങളായിട്ട് അടുപ്പിച്ച് നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു നേവൽ എക്സസൈസാണ് മിലാൻ 2020 നടത്തിയത്. മാർച്ച് 2020 നടത്തിയത്. വിശാഖപട്ടണത്താണ് നടത്തിയത്. ഇപ്പം നടത്തിയത് 11ാമത്തെ എഡീഷനാണ്. 11ാമത്തെ എഡീഷൻ മിലാനാണ് മാർച്ച് 2020 നടത്തിയത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസാണ് യു കെയും ഇന്ത്യയും കൂടെ സംയുക്തമായിട്ട് നടത്തിയ ഒരു മിലിറ്ററി എക്സസൈസാണ് അജയ വാരിയർ 2020. ദ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK നടത്തിയത് ഇംഗ്ലണ്ടിലാണ്, അഥവാ സാൽസ്ബറി പ്ലെയിൻസ്. UK സാൽസ്ബറി
പ്ലെയിൻസിൽ ഫെബ്രുവരി 2020 അജയ വാരിയർ നടത്തിയത്. സാൽസ്ബറി പ്ലെയിൻസ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൻ്റെ പേര് ഇന്ത്യയും യുകെയും തമ്മിലുള്ള അജയ വാരിയർ. അതുപോലെ തന്നെ ഇന്ദ്രധനുഷ് എന്നുള്ളത് ദ എക്സൈസ്, ഇതും ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ്. ഇന്ത്യൻ എയർഫോഴ്സും യുകെയുടെ എയർഫോഴ്സും കൂടെ നടത്തുന്ന ഒരു ജോയിൻറ്റ് എയർഫോഴ്സ് എക്സസൈസാണ് ഇന്ദ്രധനുഷ്. ഇത്തവണ നടത്തിയത് ഇന്ത്യയിലെ ഹിന്ദാൻ, അതായത് ഗസിയാബാദിലും ഉത്തർപ്രദേശിലുമായിട്ടാണ് നടത്തിയത്. ഫെബ്രുവരി 2020 ഇന്ത്യയിലാണ് നടത്തിയത്. അപ്പം അജയ വാരിയർ ഇന്ത്യയും യുകെയും തമ്മിൽ നടത്തുന്ന മിലിറ്ററി എക്സസൈസാണ്. അതുപോലെ തന്നെ ഇന്ദ്രധനുഷ് എന്നുള്ളത് എയർഫോഴ്സ്, ഇന്ത്യയും അതുപോലെ തന്നെ യുകെയും തമ്മിലുള്ള എയർഫോഴ്സ് നടത്തുന്ന ജോയിൻറ്റ് എക്സസൈസാണ് ഇന്ദ്രധനുഷ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസുകൾ. തീർച്ചയായിട്ടും നമുക്ക് 1 മാർക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.